ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഗജേന്ദ്രമോക്ഷം കൂടിയാട്ടം അരങ്ങേറി. ആസ്വാദകർക്ക് വേറിട്ട അനുഭവം പകർന്ന അവതരണമായിരുന്നു നടന്നത്. ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അരങ്ങേറിയ ഗജേന്ദ്രമോക്ഷം കൂടിയാട്ടം ആസ്വാദകരുടെ മുക്തകണ്ഠ പ്രശംസ പിടിച്ചുപറ്റി. ശ്രീ മഹാഭാഗവതം അഷ്ടമസ്കന്ധത്തിലാണ് പ്രസിദ്ധമായ ഗജേന്ദ്രമോക്ഷം വൈഷ്ണവ ഭക്തർക്ക് ഏറെ ഭക്തിനിർഭര നിമിഷങ്ങൾ പ്രദാനം ചെയ്യുന്ന വർണ്ണനയാണിത്. അംബരീഷ ചരിതം, ധ്രുവചരിതം, പ്രഹ്ലാദ ചരിതം, അജാമിള മോക്ഷം പോലെ ഭഗവത് ഭക്തദാസൻ എന്ന് മുദ്രിതമാക്കുന്ന കഥകൾ. ശ്രീഹരി ചാക്യാർ കൂടിയാട്ട മേഖലയിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിഭയാണെന്ന് ഗജേന്ദ്രമോക്ഷത്തിലെ പ്രകടനം വെളിപ്പെടുത്തുന്നു. വളരെ പ്രസിദ്ധമായ വാഴകുന്നത്തിന്റെ വരികളൊക്കെ കേട്ടിട്ടുണ്ട്. പച്ചിലദ്രു പ്രഭകോലും സച്ചിദിന്ദ്രദ്യുമ്നെയും കൊണ്ട് മഹാവിഷ്ണു ആ ഗരുഡന്റെ പുറത്ത് കയറി ആ കാറ്റിലാടും മഞ്ഞപ്പട്ടും ഒക്കെ ആയിട്ട് മനോഹരമായിട്ട് ഭക്തിയോടുകൂടി എനിക്ക് തോന്നുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ ഈ ഒരു അഭിനയത്തിന് കുറച്ചും കൂടി ഒരു ആസ്വാദനക്ഷമത കൂടും. സൂത്രധാരന്റെ രംഗപ്രവേശം മുതലുള്ള രംഗപ്രകടനം അതിന്റെ ആരോഹണഗതി പ്രാപിക്കുന്നത് ഇങ്ങനെയാണ്. ജ്ഞാന ബ്രാഹ്മണരെ എങ്ങനെ ആശീർവദിക്കേണ്ടു എന്ന് ചിന്തിക്കുന്ന സൂത്രധാര ചിന്തയിലൂടെ പ്രമേയം അതിന്റെ വളർച്ചയെ പ്രാപിക്കുന്നു. ഗന്ധർവോപ്സര രാസകേളികളും വീണാമൃദംഗവാദനവും അതിന്റെ മാറി മാറി വരുന്ന പകർനാട്ടങ്ങളും തുടർന്നുള്ള സരസാഗമനവും ദേവല മഹർഷിയുടെ രംഗപ്രവേശവും തുടർന്നുള്ള ഭാവാന്തരങ്ങളും എത്ര മനോഹരമാക്കി മാറ്റി. ശാപത്താൽ നക്രമായി മാറിയ അവസ്ഥ അതിനിപുണതയോടെ പകർന്നാടി. അതേ അവസരത്തിൽ തന്നെ തപസ്സിൽ ലീനനായ ഇന്ദ്രദ്യുമ്നനും ആഗതനായ ഋഷി അഗസ്ത്യനും മഹർഷിയുടെ കോപാശാപാദികളും അതിശയിപ്പിക്കുന്നതായി. ഗജമായി മാറിയ രാജന്റെ ഗജരാജ പരിവേഷം ശ്രേഷ്ഠം. പെൺപിടിയാനകളോടൊത്തുള്ള ക്രീഡാസുഖം മനോജ്ഞമായി അവതരിപ്പിച്ചു. ശേഷം സരസിലിറങ്ങുന്നതും നക്രം പിടിക്കുന്നതും ജീവിതത്തിനും മരണത്തിനുമിടയിലെ പിടച്ചിലും വൈദഗ്ധ്യത്തോടെ നടനമാടി. അവശനായ ഗജേന്ദ്രനും ഇണകൾ ഉപേക്ഷിച്ച നിസ്സഹായാവസ്ഥയും ഗംഭീരമായി. ഉള്ളിൽ നിറഞ്ഞ ആത്മബോധം, നാരായണബോധം ഭക്തിയുടെ ചേരുവയിൽ കലാകാരൻ മികവോടെ അവതരിപ്പിച്ചു. അവസാനം കയ്യിലേന്തിയ താമരപ്പൂവിൽ അനന്തശായിയെ സ്തുതിക്കുന്നു. ഈശ്വരന്റെ മയക്കം, പ്രാർത്ഥന ശ്രവിച്ചുള്ള പ്രതികരണം, ഗരുഡനെ സ്മരണയും ഗരുഡാഗമനവും എല്ലാം പകർനാട്ടത്തിൽ ഗംഭീരമായി. നക്രത്തെ സുദർശന ചക്രത്താൽ നിഗ്രഹിച്ച് ഗജേന്ദ്രനെ തന്നോട് ചേർത്ത് മോക്ഷം നൽകുമ്പോൾ ഗജരാജൻ സാരൂപ്യം നേടുമ്പോൾ രംഗവേദിയിൽ തെളിയുന്ന ഭാവാന്തരങ്ങൾ പകർനാട്ടത്തിലെ വൈഭവം അഭിനന്ദിക്കുക തന്നെ വേണം. പകർനാട്ടവും സൂക്ഷ്മാഭിനയവും ഭാവാന്തര അവതരണവും പ്രമേയത്തെ അപ്രമേയമാക്കി. ഒപ്പം വീഴാവിലും ഇടക്കയിലും താളത്തിലും മികവ് പുലർത്തിയ പ്രതിഭകളുടെ വൈദഗ്ധ്യവും മനോധർമ്മവും രംഗകലയെ മികവുറ്റതാക്കി. തന്നോടൊപ്പം ചേർത്ത് ഭഗവാൻ ഇന്ദ്രദ്യുമ്നനെ വൈനതയ മുകളിലിരുത്തി വൈകുണ്ഠത്തേക്ക് ഉയർത്തുന്ന സമയം കലാസാധകരുടെയും ഭക്തരുടെയും കണ്ണും മനവും നിറയുന്നു. രചനയും സംവിധാനവും അവതരണവും നിർവഹിച്ച നേപഥ്യ ശ്രീഹരി ചാക്യാർ, മീഴാവിൽ ശ്രീ കലാമണ്ഡലം മണികണ്ഠൻ, ശ്രീ നേപഥ്യ ജിനേഷ്, ഇടക്കയിൽ കലാനിലയം രാജൻ, താളം പകർന്ന ഡോക്ടർ ഇന്ദുജി, ചമയം പകർന്ന കലാനിലയം ശ്രീജിത്ത് സുന്ദരൻ എന്നിവരെ അവരുടെ പ്രതിഭാവിലാസത്തിൽ ഗംഭീരമായി. നാട്യമാസികം പ്രതിമാസ കൂടിയാട്ട ആവിഷ്കാരത്തിന്റെ മുഖ്യ സംഘാടകത്വം വഹിക്കുന്ന കേന്ദ്ര സംഗീത നാടക അക്കാദമി കൂടിയാട്ട കേന്ദ്രത്തിനും ഹരിപ്പാട് രംഗധ്വനി കൂടിയാട്ട കലാകേന്ദ്രത്തിനും ഏവൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വേദിയൊരുക്കി സംഘാടനം സഹകരണം നിർവഹിച്ചു സുത്തർഹ്യ പ്രവർത്തനം കാഴ്ചവെക്കുന്ന അനുഷ്ഠാനം ഏവൂർ ശങ്കരരാമയ്യർ സ്മാരക ക്ഷേത്രകലാ പുനരുദ്ധാരണ സമിതിക്കും രംഗവേദിയിൽ അവതരിപ്പിച്ച പൈതൃക കല ഓരോ ആസ്വാദക ഹൃദയം നെഞ്ചേറ്റി എന്നതാണ് തുടക്കം മുതൽ മംഗളം വരെ കണ്ട പ്രേക്ഷക ബാഹുല്യം. കൂടിയാട്ടമെന്ന ഉത്തമ കലയ്ക്കും കലാപ്രതിഭകൾക്കും അനുബന്ധ ഭാരവാഹികൾക്കും ഇതിൽ പരം ഒരു ചാരിതാർത്ഥ്യം വേറെ ഉണ്ടാകില്ല. 2025 അനുഷ്ഠാനം
കലാരത്ന പുരസ്കാരം നൽകി ആദരിച്ച മാർഗി മധു ചാക്യാരുടെയും കൂടിയാട്ട കലാകാരി ഡോക്ടർ ഇന്ദുജിയുടെ മകനാണ് ശ്രീഹരി ചാക്യാർ. സ്വീഡൻ ന്യൂസ്, ഏവൂർ.